ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിരുവചനം കേൾക്കാനായിട്ട് നമ്മെ തന്നെ ഒരുക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ ഉൾപ്പൊരുൾ ഗ്രഹിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. വചനമനുസരിച്ച് ഒരു ജീവിതം നയിക്കാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, നല്ല ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തൊട്ടുണർത്തണമേ. വചനത്തിൻ്റെ ആഴങ്ങൾ സ്വന്തമാക്കാൻ, വചനം നൽകുന്ന മാധുര്യം ആസ്വദിക്കാൻ, അത് ജീവിതമാക്കി മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹത്തിൻ്റെ അരൂപിയെ ഞങ്ങളിൽ വന്നു വസിക്കണമേ. പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന രക്ഷകൻ്റെ ആഹ്വാനത്തെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന് ജീവിതത്തെ ക്രമീകരിക്കാനായി നാം ശ്രമിക്കുന്ന ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ തന്നെ ദൈവസന്നദ്ധിയിലൊന്ന് വിലയിരുത്തിയിട്ട് എവിടെയൊക്കെയാണ് എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തേണ്ടതെന്ന് നമ്മൾ ഒരു ആത്മശോധനയിലേക്ക് കടക്കുകയാണ്. ഹൃദയത്തെ കാത്തു സൂക്ഷിക്കാനായിട്ട് ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-15 തിരുവചനങ്ങൾ ഇന്ന് നമ്മുടെ പഠന വിഷയമായിട്ട് നാം സ്വീകരിക്കുകയാണ്. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ വിദ്വേഷം, വെറുപ്പ്, വാശി, വൈരാഗ്യം, പ്രതികാര ചിന്ത തുടങ്ങിയ നെഗറ്റീവ് എനർജി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ വചനം കേൾക്കുന്നവരിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു ആത്മശോധനയിലൂടെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിശുദ്ധീകരിക്കാനായിട്ട് ഈ കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിക്ക് കാരണമായി മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനം പറയുന്നു, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ. നോമ്പ് കാലഘട്ടം പുണ്യങ്ങളുടെ കാലമാണ്. ഈ പുണ്യങ്ങളുടെ കാലം നമ്മുടെ ഹൃദയത്തിൽ പുണ്യങ്ങൾ വളർന്ന് പടർന്ന് പന്തലിക്കാൻ ദൈവം തിരുസഭയിലൂടെ നമുക്ക് നൽകിയ ഈ അവസരം, ആ കൃപകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ഹൃദയത്തെ വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തിരുവചനത്തിലൂടെ, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പ്രഭാഷകൻ പറയുന്നു, കോപിക്കാം പക്ഷെ പാപം ചെയ്യരുത്. കോപം നീണ്ടു നിൽക്കരുത്. കോപിച്ചതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷേ പാപം ചെയ്യരുത്. അത് പാപത്തിലേക്ക് എത്തി നിൽക്കരുത്. ഈ കോപത്ത് അത് വിദ്വേഷമായി, അത് വാശിയായി, വൈരാഗ്യമായി, പ്രതികാര ചിന്തയായി ഉള്ളിലേക്ക് ഇറങ്ങി വേരുകൾ വളരരുത്. വേര് വളരാൻ തുടങ്ങിയാൽ അത് ഉപദ്രവകരമായിരിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ വേര് വളർന്നു നിൽക്കുന്നത്? മനോഹരമായൊരു ചിത്രമാണ്. നമ്മുടെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് നമ്മൾ വളർത്തുന്ന ചട്ടിയിൽ വളർത്തുന്ന ചെടികൾ. ചില ഇലച്ചെടികളൊക്കെ ചട്ടിയിൽ വളർത്തുന്നത് ഒരു പതിവ് സാധാരണ കാഴ്ചയാണല്ലോ. അങ്ങനെ നാളുകളായിട്ട് അത് റീപ്ലാന്റ് ചെയ്യാതെ ആ ചട്ടിക്കകത്ത് ആ ചെടി അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ കുറേ നാളുകൾ കഴിയുമ്പോൾ ഒരു വേള ഈ ചട്ടി എങ്ങനെയും തട്ടി പൊട്ടിപ്പോയാലും ഇതിലെ മണ്ണും ആ ചെടിയുടെ വേരും എല്ലാം കൂടെ ഒരു ചട്ടിയുടെ ഷേപ്പിൽ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കും. അതിനെ നമ്മൾ നോക്കിയാൽ അതിങ്ങനെ വേര് ഇങ്ങനെ അതിനെ ചുറ്റി ആ മണ്ണിൽ ചുറ്റി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണ അത് വലിച്ചു പൊക്കിയാലൊന്നും അത്ര എളുപ്പത്തിൽ കിട്ടുകയില്ല. ഇത് തന്നെയാണ് ഒരുവൻ്റെ ഉള്ളിൽ ശത്രുത, വെറുപ്പ്, വിദ്വേഷം, ഏതെങ്കിലും തരത്തിലുള്ള വാശി, പ്രതികാര ചിന്ത തുടങ്ങിയ വിപരീത ചിന്തകൾ, വികാരങ്ങൾ ഒരുവൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നാൽ അവനറിയാതെ അതിന് വേര് പിടിക്കും. ആ വേര് ഇങ്ങനെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഹൃദയത്തെ മുഴുവനും അത് ചുറ്റി വലിഞ്ഞ് അത് പിന്നീട് ആ വ്യക്തിയോട് മാത്രമല്ല ഒരു സമൂഹത്തെ മുഴുവനും തകർത്ത് തരിപ്പണമാകത്തക്ക വിധം ആ പ്രതികാര ചിന്ത വലിയ പടുകൂറ്റൻ വൃക്ഷമായിട്ട് മാറും.
അത് നമ്മെ കൊണ്ടേ പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പറയുന്നു, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക. അത് നിനക്ക് ഉപദ്രവ കാരണമാണ്. വലിയ വിഷമുള്ള സർപ്പത്തിൽ നിന്നെന്നതിനെ പോലെ അതിനേക്കാൾ ഭയാനകമായി നീ കാണേണ്ടതാണ് വിദ്വേഷം എന്ന് പറയുന്നത്. ഒരു വേര് വളരാൻ, വേര് പിടിക്കാൻ നിന്റെ മനസ്സിൽ ഇടം കൊടുത്താൽ സർപ്പത്തിൽ നിന്ന് ഓടി അകലുന്നത് പോലെ ഈ വിദ്വേഷത്തിൽ നിന്ന് ഓടി അകലണം. അല്ലെങ്കിൽ അത് നമ്മെ ഉപദ്രവിക്കും. അതിന് പകരം, വിദ്വേഷത്തിൻ്റെ വേര് വളരുന്നതിന് പകരം നമ്മിൽ പടർന്നു പന്തലിക്കേണ്ട മറ്റൊരു വേരിനെ കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ്ലീഹ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 16-17 തിരുവചനങ്ങൾ ഇങ്ങനെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദ്വേഷത്തിൻ്റെ വേര്, ഒരു ചെടിയുടെ വേര് വളർന്ന് ആ ചട്ടിയിൽ ആ വേര് വളർന്ന് പന്തലിച്ചാൽ പിന്നെ ആ ചട്ടിയിൽ നിന്ന് ആ ചെടി പറിക്കുക അത്ര എളുപ്പമല്ലാത്തതുപോലെ വീടിൻ്റെ പറമ്പിൽ വർഷങ്ങളായിട്ട് നട്ടുവെച്ചിരിക്കുന്ന വൃക്ഷം അത് വേര് വളർന്നടിയിലേക്ക് അത് വളർന്ന് ഇങ്ങനെ വേര് പാകി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷത്തെ വേരോടെ പറിക്കുക അത്ര എളുപ്പമല്ലാത്തതുപോലെ പ്രിയപ്പെട്ടവരെ, വിദ്വേഷത്തിൻ്റെ സ്ഥാനത്ത് സ്നേഹം ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ച് അതിൻ്റെ വേര് ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക്. ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹം, തന്നോട് തന്നെയുള്ളൊരു സ്നേഹം, തൻ്റെ കുടുംബത്തിലുള്ളവരോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, മരുമക്കളോട്, കൊച്ചുമക്കളോട്, ബന്ധപ്പെട്ടവരോട്, നമ്മുടെ അയൽപക്കക്കാരോട്, നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം ഈ സ്നേഹത്തിൻ്റെ വേര് പടർന്ന് പന്തലിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ വിദ്വേഷത്തിൻ്റെ വേരോടെ അതിനെ വെട്ടിമുറിക്കണം. വേര് വെട്ടിമുറിച്ചിട്ട് ആ സ്ഥാനത്ത് സ്നേഹം നട്ടു വളർത്തണം. എന്നിട്ട് അതിൻ്റെ വേര് പടർന്ന് പന്തലിക്കണം. അപ്പോൾ ആര് വസിക്കും? വചനം പറയുന്നു, ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കും. സ്നേഹത്തിൻ്റെ വേര് പാകപ്പെടുമ്പോൾ ക്രിസ്തു നമ്മിൽ വസിക്കും. ക്രിസ്തുവാകുന്ന സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ഒരു പടുകൂറ്റം വൃക്ഷം പോലെ പടർന്ന് പന്തലിക്കുമ്പോൾ അതിൻ്റെ ശാഖകളിൽ അനേകർക്ക് ചേക്കാറാൻ തക്ക വിധം പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവസന്നദ്ധിയിലും സഹോദരങ്ങളുടെ മുമ്പിലുമൊക്കെ വിലയുള്ളവരായി മാറും ഹൃദയത്തിൽ സ്നേഹം വേരുപാകുമ്പോൾ. അങ്ങനെ വേരുപാകുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? വെറുപ്പ് ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ, വെറുപ്പ് ഹൃദയത്തിൽ നിറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ലെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സഹോദരനെ വെറുക്കുമ്പോൾ, സഹോദരിയെ വെറുക്കുമ്പോൾ, മക്കളെ വെറുക്കുമ്പോൾ, മരുമക്കളെ വെറുക്കുമ്പോൾ, ജീവിത പങ്കാളിയെ വെറുക്കുമ്പോൾ, കൂടപ്പിറപ്പുകളെ വെറുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കൊലപാതകിയായി മാറുന്നു. വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. ചിലർക്ക് ഉള്ളിന് ഭയങ്കര ഭക്തിയും പാരവശ്യവും ഒക്കെ ഉണ്ടാകും. പ്രാർത്ഥന, പള്ളി, കൂദാശ, ഇതിനൊന്നും ഒരു മുടക്കവും ഉണ്ടാകുകയില്ല. എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകും, പറ്റുമെങ്കിൽ ഇട ദിവസങ്ങളിൽ പോകും, എല്ലാ ആഘോഷങ്ങൾക്കും പോകും, പറ്റുന്നത്ര കുമ്പസാരിക്കും. അങ്ങനെ തന്നെ വിശുദ്ധീകരിക്കാനും കൂദാശകൾ സ്വീകരിക്കുന്നതിനും ഒന്നും ഒരു കുറവുമില്ലാതെ, മുടക്കമില്ല, സന്ധ്യാപ്രാർത്ഥന കൃത്യമായിട്ട് നടത്തും. ഇങ്ങനെ ഒന്നിനും ഭക്ത അഭ്യാസങ്ങൾക്കൊന്നും യാതൊരു മുടക്കവും വരുത്താത്ത അനേകർ ഇന്ന് ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവുമായി നടക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ വെറുപ്പും വിദ്വേഷവും ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ നീ അറിയുന്നുണ്ടോ നിന്നിലെ നിത്യജീവൻ ഇല്ലാതെയായെന്നും നീ വെറുപ്പിൽ നീ ഒരു കൊലപാതകിയായി മാറിയിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ടോ? വചനം നമ്മെ പഠിപ്പിക്കുന്നു, സഹോദരനെ വെറുക്കുന്നവൻ
കൊലപാതകിയാണ്. 5-ാം പ്രമാണത്തിൻ്റെ ലംഘനം നടത്തിയിട്ടില്ലെന്ന് ഹൃദയത്തിൽ ആനന്ദിക്കുന്ന, ആശ്വസിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് സഹോദരനോട് സ്നേഹമുണ്ടോ? സഹോദരങ്ങളെ ആരെങ്കിലും, ഏതെങ്കിലും വ്യക്തിയെ നിന്റെ ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ? വെറുപ്പ് കാരണം, വിദ്വേഷം കാരണം, എനിക്ക് ക്ഷമിക്കാൻ സാധ്യമല്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, ഞാൻ ക്ഷമിക്കില്ല, മരിച്ചാലും ക്ഷമിക്കില്ല എന്ന് പറയുന്ന ചില വാക്കുകളും പദപ്രയോഗങ്ങളും ഒത്തിരിയേറെ ഞാൻ കേട്ടിട്ടുണ്ട്. മരിച്ചാലും മറക്കില്ലെന്ന് പറയുന്നവർ, പ്രിയപ്പെട്ടവരെ ഓർക്കണമേ, അവൻ കൊലപാതകിയാണെന്ന് വചനം പറയുന്നു. കൊലപാതകിയിൽ, സഹോദരനെ വെറുക്കുന്നവനിൽ നഷ്ടപ്പെടുന്നത് നിത്യജീവനാണ്. ആരാണ് നിത്യജീവൻ? യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 54-ാമത്തെ തിരുവചനം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 54-ാമത്തെ തിരുവചനത്തിൽ ഈശോ നിത്യജീവനാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അവിടെ 54-ാമത്തെ വചനം പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ ആരാണ് നിത്യജീവൻ എന്ന് പറയുന്നത്? ഈശോയെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടെങ്കിൽ നിത്യജീവനെയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പൻ ഞാനാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. അപ്പോൾ നിത്യം നിലനിൽക്കുന്ന ഒരു ജീവൻ സ്വന്തമാക്കണമെങ്കിൽ നിത്യജീവന്റെ ഉടമയായി ഞാനും നിങ്ങളുമൊക്കെ മാറണം. നിത്യജീവനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോൾ നിത്യജീവനെ ഞാനും നിങ്ങളുമൊക്കെ അവകാശികളായി മാറും. അപ്പോൾ ഈശോ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ സ്നേഹത്തിൽ വേരുപാകണം. ആ സ്നേഹം കുടുംബത്തിൽ പടർന്ന് പന്തലിക്കണം. ജീവിതവുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ആ ശാഖകളിൽ ചേക്കേറാനായിട്ട് കഴിയണം. സ്നേഹത്തിൻ്റെ തണലിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ? വെറുപ്പ് കൊണ്ട് നടക്കുന്നുണ്ടോ? ഹൃദയത്തിൽ വെറുപ്പുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകാൻ സാധിക്കാതെ പോകും. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞില്ലേ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ജീവജലത്തിൻ്റെ അരുവി അത് സ്നേഹത്തിൻ്റെ അരുവിയാണ്. അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അതേസമയം വെറുപ്പ്, സഹോദരങ്ങളോട്, കൂടെയുള്ളവരോട്, മക്കളോട്, ജീവിത പങ്കാളിയോട് വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവന് ഒരേ സമയം ഇതെങ്ങനെ സാധിക്കുക? വചനം അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഒരേ സമയം അരൂപിയിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുവിക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാൽ ഒരേ സമയം അതിന് കയ്പും ഒരേ സമയം മധുരവും ഉണ്ടാകുമോ? നമ്മുടെ പാത്രത്തിൽ നമ്മൾ കുടിക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒരേ സമയം മധുരവും ഒരേ സമയം കയ്പുമാകുമോ? അത് സാധ്യമല്ലല്ലോ. ഒന്നെങ്കിൽ മധുരം, അല്ലെങ്കിൽ കയ്പ്, അല്ലെങ്കിൽ നിർഗുണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്വഭാവമല്ലേ ഒരു സമയത്ത് കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു സ്വഭാവമല്ലേ അതിന് ഉണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈശോയെ സ്നേഹിക്കുന്നു, ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവന് എങ്ങനെയാണ് സഹോദരങ്ങളെ അവരനെ വെറുക്കാൻ സാധിക്കുക? ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പ് സൂക്ഷിച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലാതെയായി മാറുമോ? അതുകൊണ്ട് വെറുപ്പിൻ്റെ മേഖലകളെ ഈ നോമ്പ് കാലത്ത് ഹൃദയത്തിൽ നിന്ന് വേരോടെ പിഴുതു കളയാനായിട്ട് നമുക്കൊരു ശ്രമം നടത്താം. യാക്കോബ് ശ്ലീഹ 5-ാമത്തെ അധ്യായത്തിലെ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാമത്തെ അധ്യായം 1-2 തിരുവചനം പറയുകയാണ്, ഈ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചാൽ, ഈ വെറുപ്പിൻ്റെ അനന്തരഫലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചാൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ഒരുപാട് സ്മാരകങ്ങളുണ്ട്, വെറുപ്പിൻ്റെ സ്മാരകങ്ങൾ ഒട്ടനവധി ഇന്ന് നമ്മുടെ കുടുംബത്തിനകത്ത് കാണാനായിട്ട് സാധിക്കും. ചില വീടുകൾ തന്നെ വെറുപ്പിൻ്റെ സ്മാരകമാണ്. അപ്പനോടും അമ്മയോടും കൂടെ താമസിക്കാൻ സാധ്യമല്ല, ഇഷ്ടമില്ല, അപ്പനെ ഇഷ്ടമില്ല, അമ്മയെ ഇഷ്ടമില്ല, അവരോട് വാശി, വൈരാഗ്യം, പ്രതികാര ചിന്ത, വെറുപ്പ്, പിണക്കം, അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറൊരു വീട് വെച്ചു താമസിക്കുകയാണ് ഇന്ന് സ്വസ്ഥമായിട്ട്. പക്ഷേ സ്വസ്ഥമായി താമസിക്കുന്നു എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ അറിയുന്നുണ്ടോ, നീ താമസിക്കുന്ന ഈ മണിമാളിക വെറുപ്പിൻ്റെ സ്മാരകമാണെന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ? മാതാപിതാക്കളോടുള്ള വെറുപ്പിൻ്റെ സ്മാരകമാണ് ഞാൻ കിടക്കുന്ന ഈ വീടെന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ?
ചിലർ ആരോടൊക്കെയോ വെറുപ്പ് കാരണം, വാശി കാരണം, വൈരാഗ്യം കാരണം വീട്ടിൽ ചില സാധനങ്ങളൊക്കെ വാങ്ങിയിടും. അവിടെ അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ അത് തന്നില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തൊരെണ്ണം വാങ്ങി. പ്രിയപ്പെട്ടവരെ, നീ ഓർക്കുന്നുണ്ടോ? നീ വാങ്ങി വെക്കുന്നത് വെറുപ്പിൻ്റെ സ്മാരകമാണെന്ന്. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിയാൽ ഒട്ടനവധി സാധനങ്ങൾ വെറുപ്പിൻ്റെ സ്മാരകമായി നിലനിൽക്കുന്നുണ്ടാകും. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആനന്ദമല്ല, മറിച്ച് ആരോടൊക്കെയുള്ള വെറുപ്പിൻ്റെ, പ്രതികാരത്തിൻ്റെ, വാശിയുടെ, വൈരാഗ്യത്തിൻ്റെ അടയാളമായി, പ്രതീകമായി, സ്മാരകമായി അതെല്ലാം ഇന്ന് നമ്മുടെ വീട്ടിൽ നിലനിൽക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും സ്മാരകം നമ്മുടെ വീട്ടിലുണ്ടോ? ഒരു ആത്മശോധന ഈ നോമ്പ് കാലത്ത് സംഭവിക്കട്ടെ. എൻ്റെ വീട് എൻ്റെ വെറുപ്പിൻ്റെ സ്മാരകമാണോ? ഞാൻ കിടക്കുന്ന കട്ടിൽ എൻ്റെ വെറുപ്പിൻ്റെ സ്മാരകമാണോ? ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വെറുപ്പിൻ്റെ സ്മാരകമാണോ? ഈ ജീവിതത്തിൽ എൻ്റെ ബന്ധം ആരോടെങ്കിലുമൊക്കെയുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വാശിയുടെയും ഒക്കെ സ്മാരകമാണോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്മാരകം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ സ്മാരകത്തെ ഒന്ന് പുതുക്കാൻ, അതിനെയൊക്കെ ഒന്ന് തട്ടിയെടുത്ത്, അതിനെയൊക്കെ ഒന്ന് മിനുക്കിയെടുത്ത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മൂശയിലേക്ക് കൊണ്ടുവച്ച് അനുരഞ്ജനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ചൈതന്യം സ്വീകരിച്ച് അതിനെ സ്നേഹത്തിൻ്റെ സ്മാരകമാക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വചനങ്ങളിൽ പറയുന്നു, ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങൾ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചു പോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങളുടെ സമ്പത്ത് ശേഖരിച്ച് വെച്ചത്. ഒരു ഉദാഹരണം പറയുകയാണ് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ പറയുകയാണ്, സമ്പത്ത് ഒരിക്കലും തിന്മയല്ല പ്രിയപ്പെട്ടവരെ. സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ നിന്ന് അകലെയാണെന്ന് പറയുമ്പോൾ സമ്പത്തിനെ ദുരുപയോഗിക്കുന്ന, സഹോദരങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സമ്പത്ത് ഉപയോഗിക്കുന്ന സമ്പന്നനെ നോക്കിയിട്ടാണ് നിനക്ക് ദുരിതമെന്ന് പറയുന്നത്. അങ്ങനെ സമ്പത്ത് ദുരുപയോഗിച്ച് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി മാത്രം സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും കാണാതെ കടന്നുപോയി സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ധനവാന്മാരെ ഓർത്ത് നിലവിളിച്ചിട്ട് വചനം പറയുകയാണ്, നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചു പോയി, പക്ഷെ നമ്മളത് അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. അവരന് കൊടുക്കാതെ ഉണ്ടാക്കി കൂട്ടി വെച്ചിരിക്കുന്ന, സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണത്തിനും വെള്ളിക്കുമൊക്കെ കറ പിടിച്ചിരിക്കുന്നു. നമ്മളത് അറിഞ്ഞിട്ടില്ല. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. എന്ത് സാക്ഷ്യം? സഹായം അർഹിക്കുന്നവനെ കണ്ടിട്ട് കണ്ണടച്ച് കടന്നു പോയതിൻ്റെ സാക്ഷ്യം. ഇങ്ങനെ വേറൊരു സാക്ഷ്യത്തെക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വചനം പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം. ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വേഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷ്യമായിരിക്കും. അവിഹിത വേഴ്ചയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ മറ്റാരും അറിഞ്ഞിട്ടില്ല, പക്ഷേ ദൈവം വിചാരണ നടത്തുന്ന ഒരു സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ, ഈ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഓർക്കണമേ, ഈ ലോകം മാത്രമല്ല, ഈ ലോകത്തിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. നമ്മെ കാത്തിരിക്കുന്ന ഒരു വിധിയുണ്ട്, ഒരു വിധിയാളനുണ്ട്. വിധിയാളൻ നമ്മെ വിധിക്കുമ്പോൾ വചനം പറയുന്നു, ഞാൻ പറഞ്ഞ വചനമാണ് നിങ്ങളെ വിധിക്കുക. ഈശോയല്ല നമ്മെ വിധിക്കുന്നത്. ഈശോ പറഞ്ഞ വചനം നമുക്ക് സാക്ഷ്യമായിരിക്കും, നമുക്ക് എതിർ സാക്ഷ്യമായിരിക്കും. നാം ചെയ്ത തെറ്റുകൾ നമുക്ക് സാക്ഷ്യമായിരിക്കും. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം തന്നെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനം പറയുക, തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായെത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്തു നോക്കി കുറ്റപ്പെടുത്തും. വിധിയുടെ സമയമാകുമ്പോൾ, കണക്കെടുപ്പിന് വിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭയചകിതരായെത്തും. നമ്മുടെ പാപങ്ങൾ നമ്മുടെ മുഖത്തു നോക്കി നമ്മെ കുറ്റപ്പെടുത്തും. ഇന്നലെ വരെയും എനിക്ക് സന്തോഷം നൽകിയ, എനിക്ക് സുഖം നൽകിയ ചില പാപങ്ങൾ
പ്രിയപ്പെട്ടവരെ, നാളെ എൻ്റെ മുഖത്ത് നോക്കി എന്നെ കുറ്റപ്പെടുത്താനുള്ളതാണെന്ന് തിരിച്ചറിയണമേ. വചനം നമ്മെ അനുതപിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അനുതപിച്ച് തിരിച്ചു നടക്കാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് ഈ നോമ്പ് കാലത്ത്. പ്രിയപ്പെട്ട കുഞ്ഞെ, ഒന്ന് നീ അനുതപിക്ക്, തിരിച്ചു നടക്ക്. ദൈവം കാത്തിരിക്കുകയാണ്. കരുണയുള്ള പിതാവ് കാത്തിരിക്കുകയാണ്. തൻ്റെ കുഞ്ഞിൻ്റെ വരവിനായി തിരിച്ചു നടക്കുന്ന കുഞ്ഞിൻ്റെ കാൽപാദങ്ങളിലേക്ക് നോക്കിയിട്ട് ആ കാൽപാദങ്ങൾ അരിയിലേക്ക് അടുത്തേക്ക് വരുന്നതും നോക്കി കാത്തിരിക്കുകയാണ് ആ നല്ല പിതാവ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണ നിസ്സീമമായ അവിടുത്തെ കരുണ നമ്മൾ വെറുതെ നിസ്സാരമായി കാണരുതേ. കർത്താവിൻ്റെ കാത്തിരിപ്പിനെ നിസ്സാരമായി കാണരുതേ. അതുകൊണ്ട് വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഇന്നലകളെ വിസ്മരിക്കാൻ പ്രിയപ്പെട്ടവരെ. മനുഷ്യന് ഈ ജീവനുള്ളപ്പോഴല്ലേ നമുക്ക് ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ. ഈ ലോകം വിട്ടുപോയാൽ നമുക്ക് പിന്നെ ക്ഷമിക്കാൻ പറ്റുമോ? തെറ്റുപറ്റിയെന്ന് ദൂതനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രഭാഷകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തില് പ്രഭാഷകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 1 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ പറയുകയാണ്, പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? നിന്റെ അയൽക്കാരനോട് പ്രതികാരം വെച്ച് പുലർത്തിയാൽ കർത്താവിൽ നിന്ന് നീ കരുണ പ്രതീക്ഷിക്കരുത്. ആരാ അയൽക്കാരൻ? തൊട്ട് വീടിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന മനുഷ്യനാണെന്ന് ഓർക്കരുത്. ഒരുപക്ഷെ നിന്റെ അയൽക്കാരൻ ഒരേ കട്ടിൽ കിടക്കുന്ന ജീവിത പങ്കാളിയാകാം. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലുള്ള നിന്റെ മക്കളാകാം, മരുമക്കളാകാം, അമ്മായിമ്മയാകാം, അമ്മായിപ്പനാകാം, സഹോദരങ്ങളാകാം, കുഞ്ഞുങ്ങളാകാം, ആരുമാകാം. പ്രിയപ്പെട്ടവരെ, ഈ അയൽക്കാരനോട് പക വെച്ചുകൊണ്ടിരുന്നാൽ, ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? എന്നിട്ട് വചനം പറയുന്നു, മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? അതുകൊണ്ട് ജീവിത അന്ത്യമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക. ജീവിതത്തിൻ്റെ അന്ത്യം ഏത് നിമിഷത്തിൽ സംഭവിക്കുമെന്നറിയാത്തത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ശത്രുത ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് ശത്രുതയുടെ മതിൽക്കെട്ടുകൾ തകർന്ന് തരിപ്പണമായി പോകട്ടെ. വെറുപ്പിൻ്റെ തായ്തണ്ട് വേരോടെ പിഴുതു കളയാൻ നമുക്ക് സാധിക്കട്ടെ. വെട്ടിമുറിച്ച് തീയിലെറിയാൻ നമുക്ക് സാധിക്കട്ടെ. അതിനൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഈശോയുടെ വചനം നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കട്ടെ. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം എന്നത്തേതിനേക്കാൾ അധികം ഇന്ന് ഏറെ അടുത്തിരിക്കുന്നു. സ്വർഗരാജ്യത്തെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാം. സ്വർഗരാജ്യത്തെ കൺമുമ്പിൽ ദർശിക്കാം. നിത്യജീവനെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിന് ആനന്ദം പകരട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഒന്ന് സാരമില്ലെന്ന് വെക്കാൻ, ഒന്ന് വിട്ടുകൊടുക്കാൻ, സാരമില്ല പൊക്കോട്ടെ എന്നൊന്ന് വിചാരിക്കാൻ, നിസ്സാരമായിട്ട് അതിനൊന്ന് കാണാൻ, എന്നിട്ടൊന്ന് ക്ഷമിക്കാൻ മനുഷ്യ മനസ്സിന് സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളല്ലോ. നമുക്കത് സാധിക്കണം. കർത്താവിൻ്റെ കൃപ നമ്മെ അതിന് സഹായിക്കും. പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ എന്ന് ഹൃദയത്തിലൊന്ന് പ്രാർത്ഥിച്ചാൽ ഓടിയെത്താതിരിക്കാൻ പറ്റുമോ? നമ്മെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ? നിന്റെ ബലഹീനതയിൽ നിന്നെ ശക്തിപ്പെടുത്താൻ നിനക്കൊരു സഹായകനെ തരുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തിട്ടില്ലേ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ക്ഷമിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലേ? പരിശുദ്ധാത്മാവായ ദൈവത്തെ ഹൃദയം കൊണ്ടൊന്ന് വിളിച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, വേഗം വരണമേ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വേരിനെ ഒന്ന് പിഴുതു കളയണമേ. സ്നേഹിക്കാൻ ഒരു ഹൃദയം എനിക്ക് തരണമേ. സ്നേഹിക്കാൻ ഒരു മനസ്സെനിക്ക് തരണമേ. സ്നേഹത്തിൻ്റെ പ്രതീകമായി മാറാൻ ഒരു കൃപ എനിക്ക് തരണമേ. എൻ്റെ കുടുംബത്തിൽ സ്നേഹമായി മാറാൻ, അനേകരെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ, അതുവഴി ദൈവസ്നേഹം, ദൈവരാജ്യം എൻ്റെ കുടുംബത്തിൽ സംജാതമാക്കാൻ സ്നേഹത്തിൻ്റെ ചൈതന്യം എന്നെ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ നോമ്പുകാലം കടന്നു പോകാൻ ഇടയാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്ഷമിക്കാം, നമുക്ക് മറക്കാം, നമുക്ക് പൊറുക്കാം. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സമാധാനവും പരസ്പരം കൈമാറാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.